നേരം പുലരുന്നതേയുള്ളൂ. കപ്പൽ ആംബർ കോവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ വടക്കൻ തീരത്തുള്ള അതിമനോഹരമായ ഒരു തുറമുഖമാണിത്. കൊളംബസ് ആദ്യമായി കാലുകുത്തിയ സ്ഥലങ്ങളിലൊന്ന്. ഈ ദ്വീപിന് ആംബർകോവെ എന്ന് പേര് വരാൻ കാരണം ഇവിടെ ധാരാളമായി കണ്ടുവരുന്ന ചുവപ്പ് കലർന്ന മഞ്ഞ നിറമുള്ള ആംബറുകളാണ്. നമ്മുടെ കുന്തിരിക്കം പോലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച മരങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയിൽ കുടുങ്ങിപ്പോയ സസ്യങ്ങൾ, പല്ലി, പാറ്റ, കൊതുക്, തേളുകൾ പോലുള്ള പ്രാണികൾ, ഇവ കാലാന്തരത്തിൽ കല്ലുപോലെ ഉറച്ച് രൂപം കൊള്ളുന്നതാണ് ആംബറുകൾ. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച അത്ഭുതമാണ് ആംബർ കല്ലുകൾ. ഇവിടെയുള്ള അക്യാസോണിൽ കാണുന്ന വലിയ ശില്പങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. വിസ്മയമായ ആംബറിനെ അനുസ്മരിപ്പിക്കുന്നവയാണ് അത്. ബീച്ചിലേക്ക് നീണ്ടുകിടക്കുന്ന കൊച്ചു കൊച്ചു റിസോർട്ടുകൾ ഏറെ ആകർഷണീയമാണ്. മീൻ വളർത്തുന്ന പോണ്ടുകൾ, വലിയ റിസോർട്ട് ശൈലിയിലുള്ള നീന്തൽക്കുളം, ഇരട്ട ജലസ്ലൈഡറുകൾ, ജലസ്രോതസ്സുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കല്ലുപാകിയ റോഡുകൾ, ഇതെല്ലാം കൂടിയ ചെറിയ മനോഹരമായ ഒരു ടൗൺഷിപ്പ്. ചരിത്രവും പ്രകൃതിയും കൈകോർക്കുന്ന ഈ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിക്കും ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ആംബർകോവിലെ കാഴ്ചകളിലൊന്നായ 27 വെള്ളച്ചാട്ടങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ ചില അപകട സാധ്യതകളും സുരക്ഷാ പ്രശ്നങ്ങളും മുൻനിർത്തി പ്രൈവറ്റ് യാത്രകൾ അവർ കർശനമായി വിലക്കിയിരിക്കുന്നു. കുത്തനെയുള്ള കയറ്റങ്ങളും ഇടുങ്ങിയ പാറയിടുക്കിലൂടെയുള്ള നടത്തവും വെള്ളത്തിലേക്ക് ചാടേണ്ടി വരുന്ന സാഹചര്യങ്ങളും അവിടെയുണ്ട്. അടുത്ത കാലത്ത് 2 ടൂറിസ്റ്റുകൾ മരിച്ച സംഭവവും അവർ ചൂണ്ടിക്കാണിക്കുന്നു. മനസ്സിൻ്റെ കോണിൽ ചെറിയൊരു നിരാശ ബാക്കി വെച്ച് വളരെ സന്തോഷത്തോടെ കപ്പലിൽ തിരിച്ചെത്തി. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് അവസാനിക്കണമെന്നില്ല. ലക്ഷ്യത്തേക്കാൾ പ്രാധാന്യം എന്നും യാത്രയ്ക്കാണ്. ഇന്ന് ഡിസംബർ 25. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി കപ്പൽ ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കായി സാന്താക്ലോസ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. കുട്ടികളും കുടുംബാംഗങ്ങളും സാന്തായ്ക്കൊപ്പം ചേർന്നപ്പോഴാണ് ഇത്രയധികം കുട്ടികൾ ഈ കപ്പലിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. രാവിലെ മുതൽ തന്നെ വർണ്ണാഭമായ കേക്ക് സ്റ്റാളുകൾ സജീവമായിരുന്നു. കുക്കീസ് അലങ്കരിക്കാനും മറ്റു മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുവാനും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ആവേശം കാണിച്ചു. ആഘോഷങ്ങൾ രാത്രിയുടെ യാമങ്ങൾ വരെ നീണ്ടുപോയി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കൊഴിഞ്ഞു. ഞാൻ വീണ്ടും എൻ്റെ ബാൽക്കണിയിലേക്ക് മടങ്ങി. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അനന്തതയും രാവിൻ്റെ നിശബ്ദതയും എന്നെ ധ്യാനാവസ്ഥയിലേക്ക് നയിച്ചു. മനസ്സിൻ്റെ ആവരണങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീഴുന്നു. ശരീരത്തിലും മനസ്സിലും അപ്പുറത്തേക്കുള്ള എൻ്റെ സഞ്ചാരം. മനസ്സിൽ മാറി മാറി തെളിഞ്ഞു വരുന്ന ഒരു ബാലനും ക്രൂശിത രൂപവും. 2000-ൽ പരം വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി. ഭരണവർഗവും പുരോഹിതരും ദുസ്സഹമാക്കിയ ജനജീവിതം. നിരാശ്രയരായ ജനങ്ങളുടെ രക്ഷകന് വേണ്ടിയുള്ള പ്രാർത്ഥന. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ആ വെളിച്ചം പിറവിയെടുത്തു. മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾ സന്തോഷ നൃത്തം. സമാധാനവും അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കു സമാധാനവും. 12-ാം വയസ്സിൽ അപ്രത്യക്ഷനായ ബാലൻ 30-ാം വയസ്സിൽ ഒരു മഹാഗുരുവായി സമീപത്തിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെപ്പറ്റി അദ്ദേഹം സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി. എന്നാൽ
തങ്ങളുടെ ഭൗതിക രാജ്യം നഷ്ടപ്പെടുമെന്നാണ് എന്ന് തെറ്റിദ്ധരിച്ച ഭരണാധികാരി അദ്ദേഹത്തിന് ക്രൂരമായ കുരിശുമരണം വിധിച്ചു. ജെറുസലേമിലെ തെരുവുകളിൽ ചരിത്രം നിശ്ചലമായ ഒരു പകൽ. വേഗം നടക്കുക, നിന്നെ തന്നെ രക്ഷിക്കൂ. ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റുവാങ്ങി ആ കാരുണ്യവാൻ നടന്നു നീങ്ങുന്നു. ഇതിനുത്തരവാദികൾ മുൻ തലമുറയുടെ പിന്തുടർച്ചക്കാരായ നമ്മൾ തന്നെയല്ലേ? കപട സദാചാരവും അധികാരത്തോടുള്ള ആർത്തിയും അസഹിഷ്ണുതയുമാണ് അന്ന് ആ സ്നേഹസ്വരൂപനെ കുരിശിലേറ്റിയത്. ആ ക്രൂരതയ്ക്ക് ശേഷം 300-ൽ പരം വർഷങ്ങൾ വേണ്ടിവന്നു നമുക്ക് ആ മഹാപുരുഷനെ തിരിച്ചറിയാൻ. കാലങ്ങൾക്കിപ്പുറം നമ്മൾ തന്നെ പറയുന്നു, നമ്മുടെ പാപപരിഹാരത്തിനായി ക്രിസ്തു കുരിശുമരണം വരിച്ചുവെന്ന്. കഷ്ടം. ഇന്നെല്ലാവർക്കും വേണ്ടത് രക്തസാക്ഷികളെയാണ്. ഇന്ന് നമ്മൾ ആഘോഷങ്ങളുടെ തിരക്കിലാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശങ്ങൾക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത് എന്താണ്? ഉണ്ണിയേശുവിൻ്റെ ആ പവിത്രമായ ജനനമോ, അതോ നമ്മൾ തന്നെ അദ്ദേഹത്തിന് നൽകിയ കുരിശുമരണമോ? ആഘോഷങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും യഥാർത്ഥ സന്ദേശം നമുക്ക് നഷ്ടമാകുന്നുണ്ടോ? രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നത് അമേരിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കീ വെസ്റ്റ് എന്ന മനോഹരമായ തീരത്തായിരുന്നു. അമേരിക്കയുടെ തെക്കേ അറ്റം. അയൽ രാജ്യമായ ക്യൂബയിലേക്ക് വെറും 90 മൈൽ ദൂരം മാത്രം. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണിത്. തന്ത്രപരമായ ഏറെ പ്രാധാന്യമുള്ള ഒരിടം. കരീബിയൻ കടലിലെ ഓരോ ചലനവും നിരീക്ഷിക്കുന്ന സൈനിക താവളം. കപ്പൽ അപകടങ്ങളെ ഒഴിവാക്കുന്നതിൽ 1848 നിർമ്മിച്ച ലൈറ്റ് ഹൗസ് വലിയ പങ്ക് വഹിച്ചു. 88 പടവുകൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ദ്വീപിൻ്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാം. ഇന്നിവിടെ കാണുന്ന ഷിപ്രക് മ്യൂസിയം ഒരു ചരിത്ര സ്മാരകമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ വെയർ ഹൗസിൻ്റെ മാതൃകയിൽ പുനർനിർമ്മിച്ചതാണ്. $20 പ്രവേശന ഫീസ് ഈടാക്കുന്നു. ദുരന്തത്തിൽ ലാഭം കൊയ്യുന്ന ഒരു ജനത. ഒരു പഴയ കെട്ടിടം, ഇരുണ്ട വെളിച്ചം, ഇടുങ്ങിയ കോണിപ്പടികൾ. കണ്ണീരിൻ്റെയും ചോരയുടെയും ഗന്ധമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. തകർന്ന കപ്പലിൽ നിന്നും ശേഖരിച്ച പൊട്ടിത്തകർന്ന വസ്തുക്കളുടെ ശേഖരം. വെള്ളിക്കട്ടി, വെങ്കല ഹെൽമറ്റുകൾ, നാവികരുടെ പഴയ ഉപകരണങ്ങൾ, പീരങ്കി, തുരുമ്പ് പിടിച്ച ചങ്ങലകൾ. 80ഓളം പടികൾ കയറി ഗോപുരത്തിനു മുകളിലെത്തി. അവിടെ ഒരു വലിയ മണി കാണാം. നഗരത്തിൻ്റെയും കടലിൻ്റെയും മനോഹര ദൃശ്യം. ഇവിടെ മുൻപുണ്ടായിരുന്ന പഴയ ഗോപുരത്തിൽ ദൂരദർശിനിയുമായി പവിഴപ്പുറ്റിൽ തട്ടി തകരുന്ന കപ്പലുകളെ കാത്തിരുന്നവരുണ്ടായിരുന്നു. തകരുമ്പോൾ മണികൾ മുഴങ്ങും. അതിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം വഞ്ചിക്കാർ. ഇതെല്ലാം നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ആശീർവാദത്തോടെയായിരുന്നു. 1720-ൽ സാമ്രാജ്യശക്തികൾ തന്നെ കൊള്ളക്കാരുടെ യുഗം അവസാനിപ്പിച്ചു. കരീബിയൻ കൊള്ളക്കാരുടെ ഉയർച്ചയും പതനവും കോളനി ശക്തികളുടെ തന്ത്രപരമായ ആവശ്യകതകളിൽ അധിഷ്ഠിതമായിരുന്നു. സംരക്ഷകർ തന്നെ സംഹാരകരായി മാറുന്ന കാഴ്ച. ഉദയക്രിയ ചെയ്തവർ ഉദകക്രിയയും ചെയ്യുന്നു. ഈ കൊള്ളയിൽ നിന്നും ലഭിച്ച സ്വർണം, വെള്ളി, പട്ട് എന്നിവ കീ വെസ്റ്റിനെ അമേരിക്കയിലെ ഉയർന്ന ആളോഹരി വരുമാനമുള്ള നഗരമാക്കി മാറ്റി. കരീബിയൻ കടലിൻ്റെ മനോഹാരിതയിൽ മയങ്ങിക്കിടക്കുന്ന ഈ കൊച്ചുദ്വീപിലെ ഓരോ ശിലയ്ക്കും പറയാനുള്ളത് തകർന്നടിഞ്ഞ കപ്പലുകളുടെയും നിലച്ചുപോയ പ്രാർത്ഥനകളുടെയും കഥയാണ്. സ്വന്തം താൽപ്പര്യത്തിനു വേണ്ടി മറ്റു രാജ്യങ്ങളിൽ അശാന്തിയും തീവ്രവാദവും വളർത്തുന്ന രാഷ്ട്രത്തലവന്മാർ
ഇന്നും അത് തുടരുന്നു. ഒരു വശത്ത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തുകയും മറുവശത്ത് ആധുനിക യുദ്ധോപകരണങ്ങൾ നിരത്തി യുദ്ധതന്ത്രങ്ങൾ മെനയുന്നു. എന്നിട്ടും സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിനായി കേഴുന്നു. ആർക്കോ കിട്ടിയ സമ്മാനം ഇതെന്ന് വാങ്ങുന്ന രാഷ്ട്രത്തലവൻ. സഹതാപം തോന്നുന്നു. പഴയ സാമ്രാജ്യത്തിൻ്റെ പുത്തൻ മുഖമാണ് ഇന്ന് നാം കാണുന്ന സമാധാന നാടകങ്ങൾ. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളും അവരുടെ സൃഷ്ടിയാണ്. നിരപരാധികൾ, കുട്ടികൾ വരെ കൊല്ലപ്പെടുന്നു. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഊട്ടി വളർത്തിയ ഭിന്ദ്രൻവാലയെ അവർക്ക് തന്നെ ഇല്ലാതാക്കേണ്ടി വന്നു. ഫലമോ സ്വന്തം അംഗരക്ഷകരിൽ നിന്നുള്ള വെടിയുണ്ടകളുടെ വർഷം. ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. ബിൻ ലാദനും LTTEയും ഇതിൽ ചിലതു മാത്രം. വാളെടുത്തവൻ വാളാൽ എന്നും ഓർമ്മിക്കേണ്ട ഒരു മന്ത്രമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് 1974 UNOയിൽ ലോകസമാധാനത്തെക്കുറിച്ച് സംസാരിച്ച വേദാദ്രി മഹർഷിയുടെ പ്രഭാഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിരുന്നുവെങ്കിൽ അലകടലിൻ്റെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് സ്വർണവർണ്ണമായ ഈ സന്ധ്യാനേരത്ത് കീ വെസ്റ്റിനോട് ഞങ്ങൾ വിട പറയുന്നു. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഒരു പിടി മനോഹര ദൃശ്യങ്ങളുമായി.